കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലിൽ തകർന്ന വയനാട് പാലം 2 വർഷമായിട്ടും പുനർനിർമ്മിച്ചില്ല. ഏത് സമയവും ഇടിഞ്ഞു വീഴാറായ പാലത്തിലൂടെയാണ് കുട്ടികളും പ്രായമായവരുടെയുമൊക്കെ സാഹസിക യാത്ര. മഴ ശക്തമായാൽ ഈ പാലത്തിലൂടെയുള്ള സഞ്ചാരം ഏറെ ദുഷ്കരമാണ്. എത്രയും വേഗം പാലം നിർമ്മിച്ചു നൽകുമെന്ന് ദുരന്തം നടന്ന സമയത്ത് പറഞ്ഞ അധികൃതർ ആരും പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. രാഖി, ജനം ക്യാമ്പയിൻ തുടരുകയാണ്. വിലങ്ങാടിന്റെ വിലാപങ്ങൾ. അരുൺ കൊടുങ്ങൂരുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ. അരുൺ, ഗുഡ് മോർണിംഗ്. അരുൺ ഓരോ ദിവസവും വിലങ്ങാടിന്റെ ഓരോ പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ ഞങ്ങളും കാണുകയാണ്. ഞങ്ങളും മനസ്സുകൊണ്ട് വിലങ്ങാടാണ്. വിലങ്ങാടിന്റെ ദുരിതങ്ങൾ, വിലാപങ്ങൾ ആരും കേൾക്കുന്നില്ല എന്നതാണ് അരുൺ വാസ്തവം എന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഒരു അഡ്വഞ്ചറസ് ട്രിപ്പ്, അത് സ്പോൺസേർഡ് ബൈ കേരള ഗവൺമെന്റ് ആണ്. കാരണം ആ കുഞ്ഞുങ്ങളും പ്രായമായവരും അടക്കം അവർക്ക് സ്ഥിരം പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ ഈ പാലത്തെയാണ് അവർ ആശ്രയിക്കുന്നത്. ഈ പാലത്തിലൂടെ ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഒരു ജനത മുഴുവൻ നടക്കുന്നത്. ഈ മൂക്കിൻ തുമ്പത്തുണ്ട്. ഈ വിലങ്ങാട് എന്ന് പറയുന്നത് കേരളത്തിന് പുറത്തൊന്നുമല്ല, കേരളത്തിനകത്തുള്ളൊരു സ്ഥലമാണ്. പക്ഷേ ഇപ്പോഴും അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുന്നു. അന്ന് ഒരുപാട് വീരവാദങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പാലം നിർമ്മിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ ഒരുപാട് മഹാന്മാരുണ്ട്. അവരെ പറ്റിയൊന്നും നമ്മൾ പറയുന്നില്ല. എന്തായാലും നമുക്ക് അരുണെ അറിയേണ്ടത്, ഇപ്പോൾ ഈ പാലത്തിന്റെ അവസ്ഥ എന്താണ്? ഏത് നിമിഷവും എന്തും സംഭവിക്കും. എന്താണ് നാട്ടുകാർ പറയുന്നത്? അധികൃതർ കണ്ടിട്ട് കണ്ണടയ്ക്കുകയാണോ അതോ അവരുടെ ശ്രദ്ധയിൽ പെടാത്തതാണോ ഈ വിഷയം? എന്താണ് സംഭവിക്കുന്നത്? രാഹി, അശ്വതി, അതിലേറ്റവും പ്രധാനപ്പെട്ടത് വായാട് പാലത്തിൻ്റെ ആ ദൃശ്യങ്ങളാണ് നമ്മൾ ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ദുരന്തം ഉണ്ടായ സമയത്ത് വലിയ രീതിയിലുള്ള ഒരു വാഗ്ദാനങ്ങളായിരുന്നു. ഈ വായാട് പാലം എത്രയും വേഗം പുനർനിർമ്മിച്ച് നൽകും, ബലക്ഷയമുണ്ടായ ഭാഗങ്ങളൊക്കെ തന്നെ കൃത്യമായി തന്നെ മാറ്റി സുരക്ഷിതമായ യാത്രയ്ക്കുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും ഒരുക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഒരു തരത്തിലുള്ള നടപടികളും ഈ 2 വർഷങ്ങൾക്ക് ഇപ്പുറത്തേക്ക് എത്തിയില്ല. ജീവൻ പണയം വെച്ചുകൊണ്ട് പ്രാണഭയത്തോടെ അല്ലാതെ ഈ പാലത്തിലൂടെ അക്കരെ ഇക്കരെ കടക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്കാണ് ഈ പ്രദേശത്തെ ആളുകളൊക്കെ തന്നെയും. നിരവധി ആളുകളാണ് ഈ പാലത്തെ ആശ്രയിച്ച ഏക മാർഗമാണ് ഈ പാലം എന്നുള്ളതാണ്. 100-ലധികം കുടുംബങ്ങൾക്ക് ഏക ആശ്രയമാണ് ഈ പാലം. പക്ഷേ ഇതുവരെയും അത് പുനർനിർമ്മിച്ച് നൽകാനുള്ള ഒരു നടപടിയിലേക്ക് പോയിട്ടില്ല. ഈ കാണുന്ന പാലം അത് നാട്ടുകാർ തന്നെയാണ് ഇടിഞ്ഞു പൊടിഞ്ഞ് വീഴാറായ ആ പാലത്തെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത്. അവർക്ക് വേറെ നിവൃത്തിയില്ല. മറ്റ് ഇടങ്ങളിലേക്ക് അല്ലെങ്കിൽ പുറം ലോകത്തേക്ക് എത്താൻ മറ്റൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് അധികൃതരോട് പരാതി പറഞ്ഞ മടുത്ത് നാട്ടുകാർ തന്നെയാണ് ഇത്തരം ഒരു താൽക്കാലിക സംവിധാനം ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഒരു കൈവരി കൂടി പഞ്ചായത്ത് നിർമ്മിച്ച് നൽകുകയും ചെയ്യുന്നു. അത്ര അപകടകരമാകുന്ന ഒരവസ്ഥയിലൂടെയാണ് ഇവരുടെ ഒരു യാത്ര. അതോടൊപ്പം തന്നെ ഈ മഴ കൂടി ശക്തമാകുമ്പോൾ ഈ പാലത്തിലൂടെ പോകാൻ കഴിയാത്തൊരവസ്ഥയാണ്. കാരണം അത്ര വലിയ ഒഴുക്കാണ് ഈ പുഴയിലൂടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പ്രാണഭയത്തോടെ അല്ലാതെ ഈ സമയത്തും കടക്കാൻ പറ്റില്ല. ആ സമയങ്ങളിലൊക്കെ തന്നെ വീടുകളിൽ ഒതുങ്ങിക്കൂടേണ്ട ഒരു അവസ്ഥയിലാണ്. പ്രത്യേകിച്ച് ആശുപത്രി കേസുകളൊക്കെ വരുമ്പോഴാണ് ഇവർ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു അനാസ്ഥ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നിസ്സാരമായി പരിഹരിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമാണ്. ഒരു ജനതയുടെ ഒരു വലിയ ആശങ്ക അകറ്റാൻ നിമിഷങ്ങൾ മാത്രം മതി അധികൃതർക്ക്. കഴിഞ്ഞ സർക്കാർ കൃത്യമായ വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. എത്രയും വേഗം പാലം പുനർനിർമ്മിച്ച് നൽകും, അപകടകരമായ യാത്ര അത് ഒഴിവാക്കാനുള്ള എല്ലാ കരുതലും ഞങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷേ ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെയാണ് വലിയ ഒരു വിമർശനം പ്രദേശവാസികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും അത് സംബന്ധിച്ച് ഒരു കൃത്യമായ ഒരു പാക്കേജ് കൂടി, വാർത്ത കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു വാർത്തയിൽ അവരുടെ ഒരു പ്രതികരണം കൂടിയുണ്ട്. ഏറെ വേദനിപ്പിക്കുന്നതാണ്. കാരണം അത്ര ഉള്ളിൽ തട്ടിയാണ് അവരുടെ ഒരു പ്രതികരണം കൂടി ഉള്ളത്. എന്തായാലും വലിയ രീതിയിലേക്കുള്ള ഒരു പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ഇനിയെങ്കിലും അധികൃതർ കണ്ണു തുറക്കണം, ഞങ്ങളുടെ ഈ വേദനയൊന്ന് കാണണമെന്നുള്ള ഒരു ദയനീയമായുള്ള ഒരു തുറന്നു പറച്ചിലാണ് ഈ നാട്ടുകാർക്ക് പറയാനുള്ളത്. അശ്വതി, രാഹി. ശരി അരുൺ, എന്തായാലും വല്ലാത്തൊരു ദുരിതമാണ്. ആ ദുരിതം ഈ സർക്കാർ കാണുന്നില്ല, നേരത്തെ ഉണ്ടായിരുന്ന സർക്കാരും കണ്ടിട്ടില്ല. ഇനിയെങ്കിലും അവരുടെ കണ്ണൊന്ന് തുറക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം, അല്ലേ? തീർച്ചയായും. ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു രാത്രി കൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും അവസാനിച്ചൊരു ജനതയാണ്. സ്വന്തം വീടൊലിച്ചു പോകുന്നു, ഇതുവരെയുള്ള സ്വത്തുക്കൾ ഒലിച്ചു പോകുന്നു. ആകെ ഉടുവസ്ത്രം മാത്രമായിരുന്നു അവരുടെ കയ്യിലുണ്ടായിരുന്നത്. പക്ഷേ ദുരിത ജീവിതം നയിക്കുകയാണ്. ഒരു പാലമില്ല, അവരുടെ കൃഷി മുഴുവൻ നശിച്ചു പോയി, മറ്റു ഉപജീവന മാർഗ്ഗങ്ങളൊന്നും തന്നെയില്ല. ഈ വിലങ്ങാട് നിന്ന് ഒരുപാട് പേർ പലായനം ചെയ്യുകയാണ് മറ്റ് ഇടങ്ങളിലേക്ക്. കേരളത്തിൽ തന്നെ പലായനം ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. എന്തൊരു ഗതികേടാണല്ലേ. അപ്പോൾ നമ്മളാണ് സഹായിക്കേണ്ടത്. ഇവിടുത്തെ ഒരു
സംവിധാനമുണ്ടല്ലോ, ഇവിടുത്തെ സിസ്റ്റം ശരിയല്ല സാർ എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. വിലങ്ങാടിനെ കണ്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആരെയാണ് കാണുന്നത്? കാരണം കേരളത്തിന് പുറത്തുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കാൻ പലപ്പോഴും പല നേതാക്കൾക്ക്, നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അടക്കം പ്രതിപക്ഷ നേതാവിനടക്കം വലിയൊരു വ്യഗ്രത കാണിക്കാറുണ്ട് സമൂഹ മാധ്യമങ്ങൾ. പക്ഷേ നമ്മുടെ തൊട്ടു മുന്നിലുള്ള ഒരു വിലങ്ങാടിനെ അവഗണിച്ചുകൊണ്ട് മറ്റേത് വിഷയത്തെയാണ് നിങ്ങൾ തിരുത്താൻ പോകുന്നത്? നിർണായക ചോദ്യം തന്നെയാണ്.